ആത്മബന്ധു. വീണ്ടും ഒരു പ്രഭാതം. ഉണർന്നെഴുന്നേൽക്കുക, ഊർജ്ജസ്വലമാവുക. എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരാജയങ്ങൾ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ? പരാജയപ്പെട്ടു എന്ന തോന്നലിനാൽ ഇനി മുന്നോട്ടൊരു പോക്കില്ല എന്ന നിരാശ ബാധിച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് നമുക്കൊരു കഥ പറയാം. ഭാരത ചരിത്രത്തിന്റെ സുവർണ ഏടുകളായി പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട ഒരു രാജാവിന്റെ കഥ. 13-ാം നൂറ്റാണ്ടാണ് കാലം. ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ ഒന്നാമൻ. വിദേശ ആക്രമണങ്ങളുടെ കാലത്ത് അദ്ദേഹം ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. ജീവൻ രക്ഷിക്കുവാൻ പലായനം ചെയ്യുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. രാജാവ് യുദ്ധഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. തന്റെ ദേശത്തിന്റെ ഒരതിർത്തിയിലേക്ക്, ആളൊഴിഞ്ഞൊരു കോണിലേക്ക് അദ്ദേഹം പോയി. അവിടെ ഇരുന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്, ഞാനൊരു നല്ല രാജാവല്ലല്ലോ. പ്രജകളെ ഉപേക്ഷിച്ച് ഞാനിവിടെ വന്നു നിൽക്കുന്നു ജീവൻ രക്ഷിക്കാൻ. ഒരിക്കലും ഞാനിനി ജീവിച്ചുകൂടാ. ആത്മഹത്യ തന്നെയാണ് ചെയ്യേണ്ടത്. രാത്രിയായി അപ്പോഴേക്കും സമയം. അദ്ദേഹം ആലോചിച്ചു, ആത്മഹത്യ ചെയ്യണം. പക്ഷേ ഈ ഇരുട്ടത്ത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയില്ല. ഏതായാലും ഈ രാത്രി ഇവിടെ കഴിയാം. പ്രഭാതമെത്തട്ടെ. ഇവിടെ ഉയർന്നു നിൽക്കുന്ന ആ മലകൾക്ക് മുകളിലേക്ക് ചെന്ന് അവിടെ നിന്ന് പുഴയിലേക്ക് ചാടാം, മരിക്കാം എന്ന്. ആ രാത്രി അങ്ങനെ കഴിയാണ്. തെല്ലുമുറങ്ങിയിട്ടില്ല അദ്ദേഹം. പ്രഭാതമായി തുടങ്ങുന്നതേയുള്ളൂ. സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടില്ല. അദ്ദേഹം ആ മല കയറുകയാണ്, മലയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ. പക്ഷേ മല കയറി മുകളിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം കാണുന്നത് ഉദിച്ചുയരുന്ന സൂര്യനെയാണ്. പ്രഭാതകിരണങ്ങൾ അദ്ദേഹത്തെ സ്പർശിക്കുകയാണ്. ഒരു നിമിഷം ആ സൂര്യനെ നോക്കി നിന്നപ്പോൾ പ്രത്യേകമായൊരു പ്രത്യാശ അദ്ദേഹത്തിലേക്ക് വന്നു. ഇന്നലെ രാത്രി ആ ഇരുട്ടിൽ അസ്തമിച്ചുപോയ സൂര്യൻ എത്ര പ്രകാശത്തോടുകൂടി ഇവിടെ വന്നിരിക്കുന്നു, ഉദിച്ചുയർന്നിരിക്കുന്നു. എനിക്കും ജീവിതത്തിൽ വീണ്ടും അവസരങ്ങളുണ്ടാവില്ലേ? ഒരു നിമിഷം ആ പ്രചോദനം അദ്ദേഹത്തെ ഉണർത്തി. ആ പ്രേരണയിൽ അദ്ദേഹം മരിക്കുക എന്ന തീരുമാനത്തെ വിട്ടുകളഞ്ഞ് തിരിച്ചു വന്നു. സൈന്യത്തെയെല്ലാം സജ്ജീകരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി യുദ്ധം നടത്തി. വിജയിച്ചു. വിജയിച്ച സന്തോഷത്തിൽ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ചു. തന്നെ ഉണർത്തിയ, തന്റെ മനസ്സിൽ പുതിയ പ്രത്യാശകൾ നൽകിയ ആ സൂര്യന് തന്നെയായിരിക്കട്ടെ ക്ഷേത്രം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. പലർക്ക് പ്രകാശം നൽകുന്ന അതേ സൂര്യൻ അന്ന് ആ രാജാവിന് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള വെളിച്ചം നൽകി. അതേ സൂര്യൻ ഇതാ നമ്മുടെ വീടിന് മുന്നിലുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തും അതേ സൂര്യനുണ്ട്. സൂര്യകിരണങ്ങൾ നമ്മളെ സ്പർശിക്കുന്നുണ്ട്. പ്രേരണകൾ, പ്രചോദനങ്ങൾ നൽകുന്നുണ്ട്. ഉണർന്നെഴുന്നേൽക്കുക, പ്രഭാതത്തെ വരവേൽക്കുക. സകല പരാജയങ്ങളിൽ നിന്നും വിജയത്തിലേക്ക് നടക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സജ്ജീകരിക്കുവാൻ സമയമാവുകയാണ്. നിരാശപ്പെടരുതേ. ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിക്കരുതേ. ഇതൊരു തുടക്കം മാത്രമാണ്. തുടങ്ങുകയാണ് വിജയത്തിലേക്കുള്ള സഞ്ചാരം. സൂര്യദേവൻ പ്രഭാതത്തിലൂടെ നമ്മളെ തൊട്ടുണർത്തുന്നത്, ഓരോ നിമിഷവും നമ്മളെ ഉണർത്തുന്നത് ഇത്തരത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം, ജീവിതത്തെ വരവേൽക്കാം. ആത്മബന്ധു, ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.